ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഇൻശിഖാഖിലെ ആദ്യത്തെ 15 ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇനി 16 മുതലുള്ള ഈ സൂറത്തിലെ അവസാനത്തെ ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തുകൾ 1 മുതൽ 15 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞ വിഷയം എന്തായിരുന്നു? അന്ത്യദിനത്തെക്കുറിച്ച്, അന്ത്യദിനത്തിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അത് കഴിഞ്ഞ് അന്നേ ദിവസം പുണ്യവാന്മാരും പാപികളുമായിട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഫലത്തെക്കുറിച്ച്, അവരുടെ പ്രവൃത്തികളുടെ ഫലത്തെക്കുറിച്ച്, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരുടെ അവസ്ഥയും ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരുടെ അവസ്ഥയും എന്തായിരിക്കും എന്ന് പറഞ്ഞു. അതോടൊപ്പം ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ അവർക്കതിനുള്ള കാരണമെന്തായിരുന്നു, അവർ നരകത്തിലെത്താനുള്ള കാരണമെന്തായിരുന്നു? അത് 2 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. ദുനിയാവിലെ ഭൗതിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ചവരാണവർ. അതുപോലെ തന്നെ വദന്ന അല്ല യഹൂർ, ഒരു മടക്കമില്ല, മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അതാണ് അവരുടെ ഈ ഗതിക്കുള്ള കാരണം. പക്ഷേ യഥാർത്ഥത്തിൽ കാര്യം അങ്ങനെയല്ല. അവർക്കൊരു മടക്കമുണ്ട്. ആ മടക്കത്തിൻ്റെ സമയത്ത് അവരെ വിചാരണ ചെയ്യാൻ ഒരുങ്ങി അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് അവർക്കുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചത്. ഇനി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ചില അഖ്സാമാണ്. അഖ്സാം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യൽ. അവൻ്റെ സൃഷ്ടികളിൽ ചില സൃഷ്ടികളെ പിടിച്ച് അവൻ സത്യം ചെയ്തുകൊണ്ട് അവൻ മനുഷ്യനോട് സംസാരിക്കുകയാണ്. ഈ രണ്ടാമത്തെ ഭാഗത്ത് പ്രധാനമായും പറയുന്ന, അല്ലെങ്കിൽ അവസാനത്തെ ഈ ആയത്തുകളിൽ ഉൾക്കൊള്ളുന്ന വിഷയം, ഈ സൂറത്തിൻ്റെ പൊതുവായ വിഷയമായ പരലോകത്തിൻ്റെ വർണ്ണന എന്നതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന് കീഴൊതുങ്ങാനുള്ള കൽപ്പനയാണ്. അവർ പറഞ്ഞ ഈ സൂറത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? അന്ത്യനാൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിവരിക്കുന്നുണ്ട് ഈ സൂറത്ത്. അതോടൊപ്പം തന്നെ ഈ സൂറത്ത് ഉൾക്കൊള്ളുന്ന മറ്റൊരു കാര്യമാണ് റബ്ബിന് കീഴൊതുങ്ങാനുള്ള കൽപ്പന. അത് ആദ്യത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം പരലോകത്തെ വർണ്ണിക്കുക, വിവരിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായ മാർഗം സ്വീകരിക്കണം. ആ മാർഗം എന്നുള്ളത് റബ്ബിന് സ്വയം കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി തുടർന്ന് പറയുന്നത്. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്, അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു. ഷഫഖാണ് സത്യം. എന്താണ് ഷഫഖ് എന്ന് പറഞ്ഞാൽ? ഷഫഖ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട അർത്ഥം അൽ ഹുംറത്തു ഇൻദൽ മഗ്രിബ്, അല്ലെങ്കിൽ അൽ ഹുംറത്തു ഇൻദ മഗ്രിബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുണ്ടാകുന്ന ആകാശത്ത് കാണുന്ന ചുവപ്പ് നിറം. അതിനാണ് ഷഫഖ് എന്ന് പറയുക. അഷ്ഷഫഖുൽ അഹ്മർ എന്ന് പറയും. നമ്മൾ നമസ്കാരത്തിൻ്റെയൊക്കെ വക്തുകൾ പഠിക്കുമ്പോൾ മഗ്രിബിൻ്റെ സമയം പറയാറുള്ളത്, ഇഷായിൻ്റെ സമയം പറയാറുള്ളത് എന്താണ്? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് മഗീബു അഷ്ഷഫഖിൽ അഹ്മർ, ഈ ചുവപ്പ് നിറം പൂർണ്ണമായും മാഞ്ഞു പോകുന്നത് വരെ മഗ്രിബിൻ്റെ സമയം. ഈ മസലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മഗ്രിബിൻ്റെ സമയം ഇഷാ വരെ ഉണ്ടോ ഇല്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇഷാൻ്റെ സമയം തുടങ്ങുന്നത് എന്താ? മഗീബി അഷ്ഷഫഖിൽ അഹ്മർ, ഈ ചുവപ്പ് നിറം മാഞ്ഞു പോകുമ്പോഴാണ് ഇഷാൻ്റെ വക്ത് തുടങ്ങുന്നത്. അപ്പോൾ അതാണ് ഷഫഖ് എന്നതിൻ്റെ അറിയപ്പെട്ട അർത്ഥം. സഹാബാക്കൾ പലരും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഈ പ്രശസ്തമായ അർത്ഥം തന്നെ. എന്നാൽ അതല്ല, ബയാദുൻ നഹാർ, പകലിൻ്റെ വെളിച്ചമാണ് ഷഫഖ് എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു, ഈ 2 അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായത് ഒന്നാമത്തെ അഭിപ്രായമാണ്. ഒന്നാമത്, അതാണ് കൂടുതൽ സഹാബത്തിൻ്റെയും ഖൗല്. രണ്ടാമത്തെ കാരണം, ഭാഷയിലും അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ആകാശത്ത് കാണുന്ന അസ്തമയ ശോഭ, അസ്തമയ ശേഷം കാണുന്ന ചുവപ്പ് നിറം, അതാണ് ഷഫഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പകലിൻ്റെ പ്രകാശമാണ് ഉദ്ദേശമെന്ന് പറയാൻ ഒരു കാരണമുണ്ട് അങ്ങനെ പറഞ്ഞവർക്ക്. അതെന്താണ്? അടുത്ത ആയത്തിൽ രാത്രിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രാത്രിയുടെ കൂടെ എപ്പോഴും പകലിനെ കുറിച്ച് പറയാറുണ്ട് എന്ന കാരണമായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. ഏതായാലും ശരിയായത് ഇതാണ്. ഇനി അല്ലാഹു തആല ഇവിടെ സത്യം ചെയ്യാണല്ലോ. അള്ളാഹുവിൻ്റെ സത്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഖസം എന്ന് പറയുന്നതിന് പൊതുവായ ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ പൊതുവായ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? ഇബ്നു അത്തിയ
അൽ അൻദലുസി റഹിമഹുല്ല അദ്ദേഹം തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമായിരിക്കും, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് ഒന്നുകൂടി നമുക്ക് വായിക്കാം, ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി. ഇബ്നു അത്തിയ പറയുന്നു, ഖസമുല്ലാഹി തആല ബി മഖ്ലൂഖാതിഹി, അള്ളാഹു തൻ്റെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുക എന്നുള്ളത് അലാ ജിഹത്തി തശ്രീഫി ലഹ വ തഅരീഫിഹ ലിൽ ഇബ്ര, രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് തശ്രീഫ് എന്ന് പറഞ്ഞാൽ ആദരിക്കുക, ഈ സൃഷ്ടികൾക്കുള്ളൊരു ആദരവാണ്. കാരണം ചെറിയ സൃഷ്ടികളെ പിടിച്ചിട്ടൊന്നും അള്ളാഹു സത്യം ചെയ്യില്ല, വളരെ പ്രാധാന്യമുള്ള സൃഷ്ടികളായിരിക്കും അള്ളാഹു പിടിച്ച് സത്യം ചെയ്യുന്നത്. അപ്പോൾ ആ സൃഷ്ടികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വ തഅരീഫിഹ ലിൽ ഇബ്ര, അതുപോലെ ഈ സൃഷ്ടികളിൽ ഗുണപാഠമുണ്ട്. അള്ളാഹു ഇതിനെക്കൊണ്ട് സത്യം ചെയ്യുന്നതിൽ ഒരു ഗുണപാഠമുണ്ടാകും. ചിന്തിച്ചു നോക്കിയാൽ ഈ സൃഷ്ടികളിൽ നമുക്ക് ഒരു ഇബ്രത്ത്, ഗുണപാഠം ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. ഇവിടെ സത്യം ചെയ്യുന്ന ഈ അസ്തമയ ശോഭയും അതുപോലെ ഇനി വരാനിരിക്കുന്ന രാത്രിയുടെ ഇരുട്ടും അതുപോലെ ചന്ദ്രൻ്റെ സൃഷ്ടിപ്പും അതിലൊക്കെ ഉൾക്കൊള്ളുന്ന ഗുണപാഠം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ അടുത്ത ആയത്തിൽ ഈ സത്യം ചെയ്യൽ തുടരുകയാണ്. വല്ലൈലി, അസ്തമയ ശോഭ അതാണ് സത്യം. പിന്നെ പറയുന്നു വല്ലൈലി, രാത്രിയാണേ സത്യം. വമാ വസഖ്, അതുപോലെ രാത്രി എന്തിനെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ. വസഖ എന്ന് പറഞ്ഞാൽ ലമ്മ വജമഅ, ഒരുമിച്ച് കൂട്ടി ശേഖരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ രാത്രി എന്തൊക്കെ വസ്തുക്കൾ ഒരുമിച്ച് കൂട്ടുന്നുവോ അതൊക്കെയും തന്നെയാണ് സത്യം. അഥവാ മുഫസ്സിരിങ്ങളും സലഫുകളൊക്കെ വിശദീകരിച്ച് കാണാം, സൃഷ്ടികളൊക്കെ പകല് അവയുടെ മഈശത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ രാത്രിയായാൽ എല്ലാ ചലനങ്ങളും അറ്റുപോവുകയും സൃഷ്ടികളെല്ലാം അതിൻ്റെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യും. അപ്പോൾ രാത്രിയാകുമ്പോൾ എല്ലാ വസ്തുക്കളും ഒതുങ്ങിക്കൂടും. അങ്ങനെ രാത്രി എന്ന് പറയുന്ന ഈ സൃഷ്ടി മറ്റുള്ള സൃഷ്ടികളെ ഒതുക്കുന്ന, അതിനെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന, പരന്നു കിടക്കുന്ന സൃഷ്ടികളെയൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളിലേക്ക് മടക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. അങ്ങനെയുള്ള രാത്രിയുടെ ഈ സ്വഭാവമാണ് സത്യം. വല്ലൈലി, രാത്രിയാണ് സത്യം. വമ വസഖ്, അതുപോലെ രാത്രി എന്തിനെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നുവോ അതൊക്കെയും തന്നെ സത്യം. വൽ ഖമരി, അടുത്തതായി ചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്യുന്നു. ഇതത്തസഖ, അത് പൂർത്തിയാകുമ്പോൾ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തസഖ എന്ന് പറഞ്ഞാൽ ഇജ്തമഅ വതകാമല ദൗഉഹു, അത് പൂർത്തിയായി, അതിൻ്റെ പ്രകാശം പൂർണ്ണമായി. അഥവാ തഫ്സീറിൽ കാണാം ഇദാ അബ്ദറ അൽ ഖമർ. അബ്ദറ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫ് പഠിച്ചവർക്കറിയാം, അഫ്അല എന്നുള്ള വസനിൻ്റെ ഒരു അർത്ഥമാണ് ഒന്ന് മറ്റൊന്നായി മാറുക. അബ്ദറ അൽ ഖമർ എന്ന് പറഞ്ഞാൽ സ്വാർ അൽ ഖമറു ബദ്റൻ, ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായി മാറി. അപ്പോൾ ചന്ദ്രനാണ് സത്യം, അത് പൂർണ്ണചന്ദ്രനാകുമ്പോൾ. ഇനി ഈ മൂന്ന് സൃഷ്ടികളെ കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഈ സത്യം ചെയ്യൽ, അതിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് അത്ഭുതകരമായ ആശയങ്ങളുണ്ട്. ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ വളരെ വിശാലമായ ആശയങ്ങൾ ഈ മൂന്ന് ആയത്തുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് മൂന്ന് സൃഷ്ടികളാണെന്ന് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ മൂന്നിൽ കൂടുതൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അത്തിബിയാൻ ഫി അഖ്സാമിൽ ഖുർആനിലെ സത്യം ചെയ്യലിനെ കുറിച്ചുള്ള കിതാബാണ്. എന്തൊക്കെ വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ വിവരിക്കുന്ന ഇമാം ഇബ്നുൽ ഖയ്യിമിൻ്റെ മനോഹരമായ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഉദ്ധരണി, ഞാനതിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ വായിക്കാം. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വല്ലൈലു ആയത്തുൻ, രാത്രി ഒരു ദൃഷ്ടാന്തമാണ്. വമ ഹവാഹു ആയത്തുൻ, ആ രാത്രി ഉൾക്കൊള്ളുന്ന വസ്തുക്കൾ, രാത്രിയുടെ ഇരുട്ടിൽ തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങുന്ന സൃഷ്ടികൾ, അതുപോലെ തന്നെ ചലനങ്ങൾ അവസാനിപ്പിക്കുന്ന സൃഷ്ടികൾ, അതൊക്കെ മറ്റൊരു ദൃഷ്ടാന്തമാണ്. വൽ ഹിലാലു ആയ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വന്യമൃഗങ്ങൾ പോലും രാത്രിയായാൽ അവരവരുടെ മാളങ്ങളിലേക്ക് മടങ്ങുകയാണ്. ഇവരുടെ ജന്തുക്കൾ പോലും അവരുടെ അവസ്ഥകൾ മാറ്റം വരും രാത്രി, പകലുള്ള അവസ്ഥയായിരിക്കില്ല രാത്രിയിൽ. വൽ ഹിലാലു ആയ, അതുപോലെ ചന്ദ്രൻ, ഹിലാൽ, ചന്ദ്രൻ്റെ തുടക്കത്തിലുള്ള, നമ്മൾ മാസം കാണുമ്പോഴുള്ള ആ ചെറിയ വലുപ്പത്തിലുള്ള ചന്ദ്രൻ, അതൊരു ദൃഷ്ടാന്തമാണ്. വ തസായുദുഹു കുല്ല ലൈലത്തിൻ ആയ, ഓരോ രാത്രിയും ഈ ചന്ദ്രക്കല അതിങ്ങനെ പതുക്കെ വലുതാകുന്നത് മറ്റൊരായത്താണ്, മറ്റൊരു ദൃഷ്ടാന്തമാണ്. അല്ലേ, ഓരോ ദിവസവും അല്പാൽപമായിട്ടാണ് ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ മാസവും ആവർത്തിക്കുന്നു. ഈ മാസം 2-ാം രാവിൽ ചന്ദ്രക്കലയുടെ വലുപ്പം എന്തായിരുന്നു, അതുതന്നെയാണ് അടുത്ത ശവ്വാൽ മാസത്തിലും 2-ാം രാവിലുള്ള അതിൻ്റെ വലുപ്പം. ഇത് 10,000 വർഷങ്ങളായി ഇതുപോലെ വളരെ കൃത്യമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ദൃഷ്ടാന്തമാണ്. വത്തിസാഖുഹു, അതിൻ്റെ ഇത്തിസാഖ് എന്ന് പറഞ്ഞാൽ ഇംതിലാഉഹു നൂറൻ, വെളിച്ചം നിറയുന്ന അവസ്ഥ. അഥവാ 14-ാം രാവിൽ പൂർണ്ണചന്ദ്രനായി മാറുന്നത് ആയത്തുൻ, അത് വേറൊരു ദൃഷ്ടാന്തമാണ്. സുമ്മ അഖ്ദുഹു ഫിൻ നഖ്സി ആയ,
പിന്നെ ഇതുപോലെ തിരിച്ച് ഓരോ രാത്രിയും അല്പാൽപമായി വലിപ്പം കുറഞ്ഞ് കുറഞ്ഞ് അത് ഇല്ലാതെയാകുന്നു. അതും ഒരായത്താണ്. വഹാദിഹി അംസാലുഹ ആയാത്തുൻ, ഈ ആയത്തുകളെല്ലാം ദാലത്തുൻ അല റുബൂബിയ്യത്തിഹി, അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് പഠിപ്പിച്ചു തരുന്ന, ഇതിനൊക്കെ പിന്നിൽ ഒരു റബ്ബിൻ്റെ ഖുദ്റത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം. മുസ്തൽസിമത്തുൻ ലിൽ ഇൽമി ബി സിഫാത്തി കമാലിഹി, റബ്ബുണ്ട് എന്ന് മാത്രമല്ല അവൻ പരിപൂർണമായ സിഫാത്തുകൾക്കുടമയാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള റബ്ബിനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല ഇത്. പൂർണ്ണനായ ഇൽമും ഖുദ്റത്തും ഹിക്മത്തും ഒക്കെയുള്ള റബ്ബിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതെല്ലാം ഉള്ള ഈ മനോഹരമായ സിഫാത്തുകൾക്കുടമയായ ഒരു റബ്ബുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണ്. വലിഹാദ, ഇതുകൊണ്ടാണ് ശറഅ, അള്ളാഹു നിയമമാക്കിയത്, അൻദ ഇഖ്ബാലിൽ ലൈലി വ ഇദ്ബാരിൻ നഹാരി ദിക്റ റബ്ബി തആല ബി സ്വലാത്തിൽ മഗ്രിബ്, രാത്രി കടന്നു വരികയും പകൽ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന സമയം, ആ സമയത്താണല്ലോ ഷഫഖ് എന്ന് പറയുന്നത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഈ അത്യത്ഭുതകരമായ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ഓർക്കുന്ന സാഹചര്യത്തിൽ റബ്ബിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ് ബി സ്വലാത്തുൽ മഗ്രിബ്, സ്വലാത്തുൽ മഗ്രിബ് എന്ന ദിക്ർ, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി മഗ്രിബ് നമസ്കാരം അള്ളാഹു തആല നിയമമാക്കിയത്. വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാരു നഹാരിക, അള്ളാഹുവെ ഇതാ നിൻ്റെ രാത്രി കടന്നു വരികയാണ്, നിൻ്റെ പ്രഭാതം അഥവാ നീ സൃഷ്ടിച്ച പ്രഭാതം മടങ്ങിപ്പോവുകയാണ് എന്ന് ഒരു ഹദീസിൽ വന്നത് കാണാൻ സാധിക്കും, ഒരു ദിക്റിൻ്റെ ദുആഇൻ്റെ ഹദീസിൽ. അതുപോലെ തന്നെ കമാ ശറഅ ദിക്റല്ലാഹി ബി സ്വലാത്തിൽ ഫജ്രി, ഫജ്ർ നമസ്കാരം കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ അവൻ നിയമമാക്കി പഠിപ്പിച്ചു. അൻദ ഇദ്ബാരിൽ ലൈലി വ ഇഖ്ബാലിൻ നഹാർ, രാത്രി മടങ്ങുകയും പകൽ കടന്നു വരികയും ചെയ്യുമ്പോൾ. വലിഹാദ, അതുകൊണ്ട് തന്നെ ഈ രാത്രിയും പകലും മാറി വരിക എന്നുള്ളത്, അതും ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞതുപോലെ കൃത്യമായി ആവർത്തിച്ച് എല്ലാ വർഷങ്ങളിലും ഒരേ ദിവസം ഒരേ അളവിൽ രാവും പകലും ആയിത്തീരുക എന്നുള്ളത് അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഈ ഫജ്ർ നമസ്കാരവും മഗ്രിബ് നമസ്കാരവും ഈ നിർണായക ഘട്ടത്തിൽ രാപ്പകലുകളുടെ മാറിമറിയുന്ന അവസ്ഥയിൽ അള്ളാഹു നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ആവർത്തിച്ച് സത്യം ചെയ്തിട്ടുണ്ട്, ബിഹാദൈനിൽ വഖ്തൈൻ, ഈ രണ്ട് സമയങ്ങളെ കൊണ്ടും. കഖൗലിഹി, ഏതുപോലെ വല്ലൈലി ഇദ് അദ്ബറ വസുബ്ഹി ഇദാ അസ്ഫർ, സൂറത്തു മുദ്ദസ്സിർ, ഇൻഷാ അല്ലാഹ് നമ്മളത് പഠിക്കും. അതുപോലെ തന്നെ വല്ലൈലി ഇദാ അസ്അസ് വസുബ്ഹി ഇദാ തനഫസ്, സൂറത്തു തക്വീറിൽ നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് സമയങ്ങൾ ഇത്രമേൽ പ്രധാനമാണ് എന്നർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, വലമ്മ കാന റബ്ബു യുഹ്ദിസു അൻ കുല്ലി വാഹിദിൻ മിൻ തറഫി ഇഖ്ബാലിൽ ലൈലി വന്നഹാരി വ ഇദ്ബാരിഹിമ മാ യുഹ്ദിസുഹു, ഈ രണ്ട് സന്ദർഭങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും രണ്ടറ്റങ്ങളിൽ അള്ളാഹു ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. വയബുസ്സു മിൻ ഖൽഖിഹി മാ ഷാ, അവൻ്റെ സൃഷ്ടികളെ അവൻ വിന്യസിക്കുന്നുണ്ട്. എന്താണ് സൃഷ്ടികളെ വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ, ഇബ്നുൽ ഖയ്യിം തന്നെ പറയുന്നു, രാത്രിയുടെ തുടക്കത്തിൽ പിശാചുക്കൾ പ്രചരിക്കും, പകലിൻ്റെ തുടക്കത്തിൽ മനുഷ്യർ അവൻ്റെ റിസ്ക് അന്വേഷിച്ച് പുറത്തിറങ്ങും, അതുപോലെ മറ്റുള്ള ജീവികൾ അവരുടെ റിസ്ക് അന്വേഷിച്ച് പുറത്തിറങ്ങും. അങ്ങനെ ഈ രണ്ട് സമയങ്ങളിലും രണ്ട് തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്യുന്നു, ഈ രണ്ട് സമയത്തും വലിയ മഹത്വമുള്ള രണ്ട് നമസ്കാരങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇബ്നുൽ ഖയ്യിം ഇവിടെ സൂചിപ്പിക്കുന്നത്, ഈ രാത് പകലുകൾ മാറി വരിക എന്നുള്ളതും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ അവസ്ഥകൾ മാറുക എന്നുള്ളതും അത് മരണാനന്തര ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വഅൻദൻ സുറാമി ഇഹ്ദാഹുമാ വത്തിസാലിൽ ഉഖ്റാ ബിഹാ മഅ മാ ബൈനഹുമാ മിന തളാദ് വൽ ഇഖ്തിലാഫ്, അല്ലേ, ഈ രണ്ട് കാര്യങ്ങളും രാത്രി പകൽ എന്നുള്ളത് പരസ്പര വിരുദ്ധമാണ്, വിപരീതമാണ്. എന്നിട്ടും ഒന്ന് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്തത് കടന്നു വരുന്നു. രാത്രി കഴിയുന്നതോടുകൂടി പകലാകുന്നു, പകൽ കഴിഞ്ഞ് വീണ്ടും രാത്രിയാകുന്നു, അല്ലെ. പകലിൻ്റെ പ്രകാശം പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് തോന്നും ഇനിയൊരു ഇരുട്ട് വരാനില്ല, അല്ലെങ്കിൽ ഇരുട്ടിനെക്കുറിച്ച് നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. അതുപോലെ പരിപൂർണമായ ഇരുട്ടാകുന്ന സമയത്ത് വെളിച്ചം എന്ന ഒരു സാഹചര്യം ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്നുപോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇരുട്ട് മൂടിക്കളയും. എന്നിട്ടും ഇത് രണ്ടും ഒന്നിനു പിറകെ മറ്റൊന്നായി ആവർത്തിച്ച് വരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ടും മാറി വരുന്നതിനനുസരിച്ച് ഇൻതിഖാലുൽ ഹയവാനി അൻദ ദാലിക മിൻ ഹാലിൻ ഇലാ ഹാൽ, ജീവികൾ അവയുടെ അവസ്ഥ മാറുന്നു.
രാത്രിയും പകലുമാകുന്നതിനനുസരിച്ച് അവരുടെ അവസ്ഥകൾ, പകലുള്ള സ്വഭാവമല്ല രാത്രി ഉണ്ടാവുക. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? വദാലിക മബ്ദഉൻ വമആദുൻ യൗമി. ഒരു ജീവിതവും മരണവും, ഒരാളുടെ ജീവിതവും മരണാനന്തര ജീവിതവും ദിനേന സംഭവിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഇത്. രാത്രി മരണം, പകൽ ജീവിതം, വീണ്ടും മരണം, വീണ്ടും ജീവിതം. മഷ്ഹൂദുൻ ലിൽ ഖലീഖത്തി കുല്ല യൗമിൻ വലൈലത്തിൻ. ഓരോ രാപ്പകലുകളിലും സൃഷ്ടികൾക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന വിധത്തിൽ ഒരു മരണാനന്തര ജീവിതം സംവിധാനിച്ചതുപോലെയാണ് ഇത്. അപ്പോൾ ഇതിൽ മരണാനന്തര ജീവിതത്തിലേക്കുള്ളൊരു സൂചനയുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകം വരാനുണ്ട്. ദുനിയാവിലെ ഈ ജീവിതം ഇത് കഴിഞ്ഞ് ഇതിൻ്റെ നേരെ വിപരീതമായ അല്ലെങ്കിൽ തീർത്തും വ്യത്യസ്തമായ ഒരവസ്ഥ വരുത്താൻ അള്ളാഹുവിന് കഴിയും എന്ന ഒരു സൂചന കൂടി അതിലുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടെ പറയുന്നു. തുടർന്ന് അള്ളാഹു തആല പറയുന്നത് എന്താണ്? ഈ സത്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്ന വിഷയം എന്താണ്? ലതർകബുന്ന തബഖൻ അൻ തബഖ്. തബഖൻ അൻ തബഖ് എന്ന് പറഞ്ഞാൽ ഹാലൻ അൻ ഹാൽ, അല്ലെങ്കിൽ ഹാലൻ ബദ ഹാൽ. ഒരവസ്ഥ കഴിഞ്ഞ് മറ്റൊരവസ്ഥയിലായിക്കൊണ്ട് നിങ്ങൾ കയറിപ്പോകുന്നതാണ്. റക്കിബ എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറുന്നതിനൊക്കെ റക്കിബ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഒരവസ്ഥ വിട്ട് മറ്റൊരവസ്ഥയിലേക്കായി കയറിപ്പോകുന്നതാണ് എന്നർത്ഥം. എന്താണ് ഉദ്ദേശം? പല അഭിപ്രായങ്ങൾ കാണാം. ചിലർ പറഞ്ഞത് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരമാണ്. അവിടുത്തെ ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും അവസ്ഥയുണ്ട് മക്കയിൽ. അത് കഴിഞ്ഞ് എളുപ്പവും ആശ്വാസവും വരാനുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ അവിടുത്തെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും വരാനുണ്ട് എന്ന ഒരു ആശ്വസിപ്പിക്കലാണ്. മക്കിയായ സൂറത്താണല്ലോ. ഇനി ആശ്വാസത്തിൻ്റെ അവസ്ഥ വരാനുണ്ട് എന്ന സൂചനയാണ് എന്ന് പറഞ്ഞ മുഫസ്സിരിങ്ങളുണ്ട്. അതിന് പിന്തുണയായിട്ട് അല്ലെങ്കിൽ അതിനെ ഉപോത്ബലകമായിട്ടുള്ള ഒരു ഖിറാഅത്തുണ്ട്. 7 ഖിറാഅത്തുകളിൽ ലതർക ബന്ന ബാഇന് ഫത്ഹായിക്കൊണ്ടുള്ള ഒരു ഖിറാഅത്തുണ്ട്. അപ്പോൾ അവിടെ താങ്കൾ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറും എന്നാണ് അർത്ഥം വരിക, നിങ്ങൾ എന്നതിന് പകരം. ഇത് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, ദുനിയാവിൽ മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ അതിനിടയിലുള്ള അവസ്ഥകൾ, നുത്ഫയായി മാറുന്നു, പിന്നീട് മുദ്ഗയാകുന്നു, അലക്കയാകുന്നു, ഗർഭസ്ഥ ശിശുവാകുന്നു, പിന്നീട് ജനിക്കുന്നു, ഇങ്ങനെയുള്ള അവസ്ഥകൾ. അതല്ല ഷദാഇദു അൽ ആഖിറ, പരലോകത്ത് വരാനിരിക്കുന്ന സംഭവവികാസങ്ങൾ, മരണം, അതിനുശേഷം ഖബർ, പിന്നീട് ബഅസ്, പിന്നീട് ശേഷം ഹഷർ, പിന്നീട് ഹിസാബ്, ഇങ്ങനെയുള്ള ഘട്ടങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഖുലാസ ഒന്ന് തന്നെയാണ്. മനുഷ്യ ജീവിതത്തിൽ പല ഘട്ടങ്ങളും വരാനുണ്ട്. ആ ഘട്ടങ്ങൾ മാറി മാറി വരിക എന്നുള്ളത്, അവസ്ഥകൾ മാറി മറിഞ്ഞു വരിക എന്നുള്ളത്, അതിലൊരു ഗുണപാഠമുണ്ട്. അപ്പോൾ ഈ അഭിപ്രായം ഏതായാലും ഉദ്ദേശം എന്താണ്? ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഫഹാദി തബഖാത്തുൽ മുഖ്തലിഫത്തുൽ ജാരിയത്തു അലൽ അബ്ദ്. ഒരു അടിമയുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ, ഈ അവസ്ഥാന്തരങ്ങൾ എന്നുള്ളത് ദാല്ലത്തുൻ, അതെല്ലാം സൂചിപ്പിക്കുന്നു. ഈ അവസ്ഥകൾ മാറി വന്നുകൊണ്ടിരിക്കുന്നത് ദാല്ലത്തുൻ, അത് സൂചിപ്പിക്കുന്നു അന്നല്ലാഹ വഹ്ദഹു ഹുവൽ മഅബൂദ്, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അൽ മുവഹദ് അൽ മുദബ്ബിറു ലിഇബാദിഹി ബിഹിക്മതിഹി വറഹ്മതിഹി, ഏകനാക്കപ്പെടേണ്ട ഇലാഹ്, തൻ്റെ അടിമകളുടെ കാര്യങ്ങളെല്ലാം തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, തൻ്റെ ഹിക്മത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അടിമകളുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. വ അന്നൽ അബ്ദ ഫഖീറുൻ ആജിസ്, അടിമയാകട്ടെ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഫക്കീർ, ഫക്കീറിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ആവശ്യക്കാരൻ, സ്വന്തം കാര്യം സ്വയം നിർവഹിക്കാൻ കഴിയാത്തവൻ, മറ്റൊരാളെ അവലംബിച്ചിരിക്കുന്നവൻ. എല്ലാ മനുഷ്യരും ഫക്കീറാണ്, ആജിസുൻ, അശക്തനാണ്. തഹ്ത തദ്ബീരിൽ അസീസിർ റഹീം, എല്ലാ ഇസ്സത്തിനും എല്ലാ റഹ്മത്തിനും ഉടമയായവൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ അശക്തനും സ്വയം തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തവനുമാണ് അടിമ എന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മനുഷ്യൻ സ്വന്തം കാര്യം നിയന്ത്രിക്കുന്നവനല്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നിയന്ത്രിക്കുമായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ദാരിദ്ര്യം വരികയില്ല, നമുക്കൊരിക്കലും രോഗം വരികയില്ല, നമുക്ക് വാർദ്ധക്യം വരികയില്ല. ഈ അവസ്ഥകളൊക്കെ മാറുന്നത് നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയിലാണ്. എത്ര സമ്പന്നനാണെങ്കിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കും, വലിയ സമ്പന്നനായ ഒരാൾ, അയാളുടെ കാര്യം നമുക്ക് ചിലപ്പോൾ തോന്നും, ബാഹ്യമായി നോക്കുമ്പോൾ അയാൾ സ്വന്തം കാര്യം അയാൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത്, അയാൾക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാം, അയാൾക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അയാളുടെ നിയന്ത്രണത്തിൽ തന്നെയാണോ? ഒരിക്കലുമല്ല. ആണെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ തന്നെ അയാൾ എന്നും ജീവിക്കണം.
അങ്ങനെയല്ല ജീവിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് തോന്നും അയാൾ ഒരു സുഖത്തിൻ്റെ ഭാഗമായിട്ടാണ്, അയാളുടെ ഒരു ആസ്വാദനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തീരുമാനമെടുത്തത്. ഒരാൾ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ചു, ജനിച്ച നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് പോകാൻ തീരുമാനിച്ചു. ആ വിദേശ രാജ്യത്ത് വലിയ സാമ്പത്തിക നേട്ടമുള്ളതുകൊണ്ടാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ മറ്റു പല കാര്യങ്ങളും നോക്കുമ്പോൾ അയാൾക്ക് ഖൈർ അയാളുടെ സ്വന്തം നാടായിരിക്കും. അവിടെ അയാളുടെ ബന്ധുക്കളുണ്ടാകും, അവിടെ അയാൾ ജനിച്ചു വളർന്ന നാടാണ്. അയാൾക്ക് അവിടെ നിന്ന് മാറുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാറുന്നതാണ്. അപ്പോൾ അവിടെയും അയാളല്ല യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ആ തീരുമാനമെടുക്കുന്നത്. അയാളുടെ റിസ്ക് ഈ വിദേശ രാജ്യത്ത് കൊണ്ടുപോയി വെച്ചതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ അവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ അത് അവൻ്റെ കാര്യം സ്വന്തം കയ്യിലല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതേ ആശയം തന്നെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തഫ്സീറിൽ പറയുന്നത് കാണാം. ഖാലത്തുൽ ഹുകമ, ജ്ഞാനികളായിട്ടുള്ള അറിവുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാനൽ യൗമ അല ഹാലത്തിൻ വഗദൻ അല ഹാലത്തിൻ ഉഖ്റ, ഒരാളുടെ അവസ്ഥ ഇന്ന് ഒന്നാണ് നാളെ വേറൊന്നാണ്. അങ്ങനെയുള്ള ഒരാൾ, അഥവാ എല്ലാ മനുഷ്യരെക്കുറിച്ചും പറയുകയാണ്. ഓരോ മനുഷ്യൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏത് മനുഷ്യനാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ശക്തനാണെങ്കിലും ദുർബലനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവൻ്റെ അവസ്ഥകൾ അവൻ്റെ നിയന്ത്രണത്തിൽ ഒരു നിലക്കും ഒതുങ്ങാത്ത വിധത്തിൽ നിത്യേന എന്നോണം, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഓരോ നിമിഷവും എന്നതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ ചിന്തിക്കട്ടെ, ഫലിയഅലം, അവൻ മനസ്സിലാക്കട്ടെ, അന്ന തദ്ബീറഹു ഇലാ സിവാഹു, അവൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിലല്ല. അവൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. വഖീല ലി അബീ ബക്രിൻ അൽ വറാഖ്, അപ്പോൾ ഇതാണ് ഗുണപാഠം. നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല, നമ്മൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ സൃഷ്ടികളാണ്, നമ്മൾ സൃഷ്ടാവല്ല. അതൊരു ലളിതമായ കാര്യമാണ്, പക്ഷേ നമ്മൾ മറന്നു പോകുന്നതാണ്. അങ്ങനെ മറന്നു പോകരുത് എന്ന സൂചന ഇതിലുണ്ട്. വഖീല ലി അബീ ബക്ർ അൽ വറാഖ്, ഇമാം അബൂബക്കർ അൽ വറാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, മദ്ദലീലു അല അന്ന ലിഹാദൽ ആലമി സാനിഅൻ, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന് എന്താ തെളിവ്? സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് എന്താണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ മറുപടി, തഹ്വീലുൽ ഹാലാത്ത്, അവസ്ഥകളിൽ വരുന്ന മാറ്റങ്ങൾ, മനുഷ്യൻ്റെ അവസ്ഥകളിൽ വരുന്ന മാറ്റങ്ങൾ. വഅജ്സുൽ ഖുവ്വ, മനുഷ്യൻ്റെ ശക്തിയുടെ പരിമിതി. വദഅഫുൽ അർക്കാൻ, അവയവങ്ങൾ ദുർബലമാവുക എന്നുള്ളത്, വാർദ്ധക്യമൊക്കെ വന്ന് നമ്മൾ ദുർബലരായി മാറുക എന്നുള്ളത്. വഖഹ്റുൻ നിയ്യ വനസ്ഖുൽ അസീമ, നമ്മുടെ ഉദ്ദേശങ്ങൾ മാറിപ്പോവുക എന്നുള്ളത്. അല്ലേ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലക്ഷ്യം വെച്ച് മനസ്സിൽ ഉറപ്പിച്ചതിന് വേണ്ടി ഒരുങ്ങിയിറങ്ങും, പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ആവേശമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ആ ഉദ്ദേശമൊക്കെ നീങ്ങിപ്പോകും, നമ്മുടെ പദ്ധതികളൊക്കെ മാറിപ്പോകും. ഇതാരാണ് മാറ്റുന്നത്? അതിനർത്ഥം എന്താണ്? ഒരു സൃഷ്ടാവുണ്ട്, അവനാണ് ഈ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ 3 സൃഷ്ടികളെയും കൊണ്ട് സത്യം ചെയ്തതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഈ സൃഷ്ടികളെല്ലാം ഒരാൾക്ക്, ഒരു റബ്ബിന് കീഴൊതുങ്ങുന്നവരാണ്. അങ്ങനെ കീഴൊതുങ്ങുന്നതിൻ്റെ ആ വ്യക്തമായ ഭാവം അത് നമുക്ക് തെളിഞ്ഞു കാണാവുന്ന സൃഷ്ടികളെ പിടിച്ചാണ് സത്യം ചെയ്തത്. ഈ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്തിട്ട് അല്ലാഹു തആല പറയുന്നു, ഇതൊക്കെ കണ്ടിട്ടും ഫമാ ലഹും ലാ യുഅ്മിനൂൻ, എന്താണ് അവർ വിശ്വസിക്കാത്തത്? ഈ ചോദ്യം ഉത്തരമറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, ഇസ്തിഫാമുൻ ഇൻകാരിയാണ്. നമ്മൾ പലപ്പോഴും ഖുർആനിൽ കണ്ടിട്ടുണ്ട് ഇസ്തിഫാമുൻ ഇൻകാരി, ആക്ഷേപാർത്ഥത്തിലുള്ള ചോദ്യം. എന്താണ് അവർ വിശ്വസിക്കാത്തത് എന്ന് അവരെ ആക്ഷേപിക്കുകയാണ്. വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അവർ എന്താണ് സുജൂദ് ചെയ്യാത്തത്? ഇവിടെ സുജൂദ് എന്നതുകൊണ്ട് ഉദ്ദേശം ലാ യഖ്ലഊൻ, ഈ ഖുർആനിന് അവർ കീഴൊതുങ്ങാത്തത് എന്താണ് എന്നാണ് അർത്ഥമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. ഇവിടെ സുജൂദുണ്ട്, വിശുദ്ധ ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദുള്ള ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പോൾ ഇത്രയും ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കൺമുന്നിൽ കണ്ടിട്ട് ഈ പ്രപഞ്ചത്തിലെ ഭീമാകാരന്മാരായ വലിയ വലിയ സൃഷ്ടികൾ അവയൊക്കെ അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ അനുസരിച്ച് കീഴ്പ്പെട്ട് വിധേയരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഫമാ ലഹും ലാ യുഅ്മിനൂൻ, അവരെന്താണ് വിശ്വസിക്കാത്തത്? വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, ഖുർആൻ അവർക്ക് മേലോതി കേൾപ്പിച്ചാൽ അവരതിന് കീഴൊതുങ്ങാത്തത് എന്താണ്? ബലില്ലദീന കഫറു, മാത്രമല്ല കീഴൊതുങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അല്ലദീന കഫറു, നിഷേധികൾ, യുകദ്ദിബൂൻ, അവർ കളവാക്കുകയാണ്, നിഷേധിച്ച് തള്ളുകയാണ്. വല്ലാഹു അഅലമു
ബിമാ യൂഊൻ, അള്ളാഹുവിന് അറിയാം, അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ബിമാ യൂഊൻ, അവർ മറച്ചു വെക്കുന്ന കാര്യം. അപ്പോൾ ഔ ആ യു ഐ എന്ന ഫിഅൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ല, ഒരു ഗരീബാണത്. അതിൻ്റെ അർത്ഥം ഒളിപ്പിച്ചു വെക്കുക എന്നാണ്. കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വാക്ക് ഈ ഒരു അസ്ലിൽ നിന്ന് ഉണ്ടായത് നമുക്ക് പരിചയമുണ്ട്. വിആ ഉൻ എന്ന വാക്ക്, പാത്രം എന്നർത്ഥം. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി ഇസ്ലാം തൻ്റെ സഹോദരൻ്റെ പാത്രത്തിൽ ആ അളവ് പാത്രം ഒളിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ വസ്തഖ്റജഹ മിൻ വിആഇ അഖീഹി, തൻ്റെ സഹോദരൻ്റെ പാത്രത്തിൽ നിന്ന് അത് പുറത്തെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പാത്രം എന്താണ് ചെയ്യുന്നത്? വസ്തുക്കൾ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. അതുപോലെ മനസ്സ് രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നു. അങ്ങനെ ഇവരുടെ മനസ്സ് എന്ത് രഹസ്യങ്ങളെയാണ് സൂക്ഷിക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാം. ഇവിടെ എന്താണ് ഉദ്ദേശം? കാഫിര്യങ്ങളുടെ കുഫർ വളരെ വ്യക്തമായ കാര്യമാണല്ലോ. പിന്നെ അത് അള്ളാഹുവിന് അറിയാം, അല്ലെങ്കിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് അള്ളാഹുവിന് അറിയാം എന്ന് പറയേണ്ടതിൻ്റെ കാര്യം എന്താണ്? ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം. അവർ ബാഹ്യമായി അവകാശപ്പെടുന്നത് എന്താണ്? ഞങ്ങൾ നിഷേധിക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൗഹീദിനും ഒക്കെയുള്ള ദൃഷ്ടാന്തങ്ങൾ, അതുപോലെ ഖുർആൻ്റെ സത്യതക്കുള്ള തെളിവുകൾ, അതൊന്നും തൃപ്തികരമല്ല എന്നാണ് അവർ ബാഹ്യമായി വാദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ കൽബിലുള്ളത് ഇനാദാണ്, ധിക്കാരമാണ്. അവർക്ക് ബോധ്യമുണ്ട്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിവരിച്ചിട്ടുള്ള തെളിവുകൾ അവരുടെ മനസ്സിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടല്ല, അതവരുടെ മനസ്സിലെത്തിയിട്ടുണ്ട്, അവരത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അവരത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനാദ്, അവരുടെ ധിക്കാരം, കിബർ, അതാണ് കാരണം എന്നത് അള്ളാഹുവിന് വ്യക്തമായിട്ട് അറിയാം. ഫബശ്ശിർഹും, അവരെ സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക. ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ ഉണ്ട് എന്ന് അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക. സന്തോഷവാർത്ത എന്നതിന് അറബിയിൽ ബഷറ എന്നാണ് പറയുക. സന്തോഷവാർത്ത അറിയിച്ചു, സന്തോഷവാർത്ത എന്നതിന് ബിഷാറ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ വാക്ക് ഉണ്ടായത്? ബഷറത്തുൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തൊലിയാണ്. അപ്പോൾ സന്തോഷവാർത്ത കേൾക്കുമ്പോൾ അവൻ്റെ തൊലിയിൽ തന്നെ ഒരു വ്യത്യാസം അനുഭവപ്പെടും. അവൻ്റെ മുഖം പ്രസന്നമാകും, മുഖത്തെ തൊലി കൂടുതൽ തെളിമയുള്ളതാകും. അതുകൊണ്ടാണ് ബിഷാറ എന്ന് പറയുന്നത്. ഇവിടെ ഈ ആയത്തിൽ നരകമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കാനാണ് പറയുന്നത്. നരകമുണ്ട് എന്നുള്ളത് സന്തോഷവാർത്തയാണോ? ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ താക്കീതാണ്. അവരെ പരിഹസിച്ചുകൊണ്ടാണ് സന്തോഷവാർത്ത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ശിക്ഷ കിട്ടാനുണ്ട് എന്ന് അവരെ അറിയിച്ചുകൊള്ളുക, എന്ന സന്തോഷവാർത്ത അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രയോഗമാണ്. ഇല്ലല്ലദീന ആമനു, ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാണ് ആര്? ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, ഈമാനും അമലു സാലിഹാത്തുമുള്ള ആളുകൾ, മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് ഗൈറു മംനൂൻ ആയിട്ടുള്ള പ്രതിഫലമുണ്ട്. ഗൈറു മംനൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മംനൂൻ അല്ലാത്തത്. മംനൂൻ എന്ന് പറഞ്ഞാൽ 3 അഭിപ്രായങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. ഒന്ന്, ഗൈറു മൻഖൂസ്, കുറവ് വരുത്താത്ത പ്രതിഫലം, ഒരിക്കലും കുറഞ്ഞു പോകാത്ത, നിന്നു പോകുകയുമില്ല, നിന്ന് പോകുന്നത് പോയിട്ട് കുറയുക പോലുമില്ല, അങ്ങനെയുള്ള പ്രതിഫലം എന്നൊരഭിപ്രായം. രണ്ടാമത്തേത് ഗൈറു മഹ്സൂബ്, കണക്കില്ലാത്ത പ്രതിഫലം. മൂന്നാമത്തെ അഭിപ്രായം ഗൈറു മംനൂനിൻ അലൈഹിം, അവരോട് ഔദാര്യമായിട്ട് കൊടുക്കുന്നതല്ലാത്ത പ്രതിഫലം, മറ്റൊരാൾ ഒരു ഔദാര്യമായിട്ട് കൊടുക്കുന്നതല്ലാത്ത പ്രതിഫലം. ഈ അഭിപ്രായം ദുർബലമാണ്. കാരണം സ്വർഗം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഔദാര്യം തന്നെയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ അഭിപ്രായം ദുർബലമാണ്. മറ്റ് 2 അഭിപ്രായങ്ങളും സ്വീകാര്യമാണ്. അതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത് ഗൈറു മഹ്സൂബ് എന്ന രണ്ടാമത്തെ അഭിപ്രായമാണ്, കണക്കില്ലാത്ത പ്രതിഫലം. ഷെയ്ഖ് അത്തുയ്യ സാലിം റഹിമഹുല്ല, അദ്ദേഹം മുഹമ്മദ് അമീൻ ഷങ്കീത്തിയുടെ ശിഷ്യനാണ്. അദ്വാ ഉൽ ബയാൻ എന്ന ഷങ്കീത്തിയുടെ തഫ്സീർ പൂർത്തിയാക്കിയത്, അവസാനത്തെ ജുസുകളൊക്കെ പൂർത്തിയാക്കിയത് അദ്ദേഹമാണ്. ജുസ് അമ്മയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ആ എഴുത്ത് അദ്ദേഹം അധികവും തൻ്റെ ഷെയ്ഖിൻ്റെ ദർസുകളിൽ നിന്ന് കിട്ടിയ ഫായതകളാണ് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അഭിപ്രായത്തിന് തെളിവായിട്ട്, അഥവാ കണക്കില്ലാത്ത പ്രതിഫലം എന്നാണ് ഗൈറു മംനൂൻ എന്നതിൻ്റെ ഉദ്ദേശം എന്നതിന് തെളിവായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ആമായിട്ടുള്ള പൊതുവായ ഒരു ദലീൽ, കൃത്യമല്ല പക്ഷേ സൂചനയുണ്ട് ആ ദലീലിൽ. അതെന്താണ്? ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു കണക്കില്ലാതെ തൻ്റെ സൃഷ്ടികൾക്ക് റിസ്ക് നൽകുന്നവനാണ്, താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ റിസ്ക് നൽകുന്നവനാണ്. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും അത് ബാധകമാണ്. കണക്കില്ലാതെ അള്ളാഹു റിസ്ക് നൽകുക എന്നുള്ളത്. ഇനി പ്രത്യേകമായൊരു തെളിവ്, കൂടുതൽ വ്യക്തമായൊരു തെളിവ്, സൂറത്ത് ഗാഫിറിൽ അള്ളാഹു തആല പറഞ്ഞു, വമൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് അമൽ സാലിഹാത്ത് ചെയ്യുന്നവൻ ആരായാലും, ആണാകട്ടെ പെണ്ണാകട്ടെ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അവർക്ക് അവിടെ റിസ്ക് നൽകപ്പെടും. അപ്പോൾ ഈ ഗൈറു ഹിസാബ് എന്നതാണ് ഗൈറു മംനൂൻ എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം.
ഖുർആൻ്റെ ആശയം വ്യക്തമാക്കാൻ ഏറ്റവും നല്ല തെളിവ് വിശുദ്ധ ഖുർആനിൽ തന്നെയുള്ള മറ്റ് ആയത്തുകളാണ്. അപ്പോൾ ഈ ആശയമായിരിക്കാം കൂടുതൽ ശരിയായിട്ടുള്ളത്. ഇത്രയുമാണ് സൂറത്തു അൽ-ഇൻഷിഖാഖിലെ ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസാനത്തെ ആയത്തിൽ പറഞ്ഞ കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെയും സാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സ്നേഹിതന്മാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.